കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന വാഹനം ഒരു VRS ആണ്. സ്കോഡ ഒക്ടാവിയ VRS 230 ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വണ്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ കണ്ടീഷൻ നോക്കാം. എടുത്ത് പറയേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഇത് വെറും 29,000 കിലോമീറ്റർ മാത്രം വണ്ടി ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. അത്രയ്ക്ക് നല്ല ബോഡി ക്വാളിറ്റി ഇങ്ങനെ കാലക്കാൻ വണ്ടി നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ വെറൈറ്റി കളറാണ്. ഈ കളർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ എക്സാക്ട് നെയിം എനിക്ക് പാർട്സ് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ നല്ല ക്ലീൻ പീസ് വണ്ടിയുണ്ട്, അതൊന്നും പറയാനില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ VRS ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പവറിലും കാര്യങ്ങളിലൊക്കെ വ്യത്യാസമുണ്ട്. ട്യൂണിങ് കാര്യങ്ങളൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് ഓടിക്കാനൊക്കെ ആ ഒരു പഞ്ച് നമുക്ക് ഈ വാഹനത്തിന് അത് കിട്ടും. ഇനി ഇത് 2018 ആണ് ഇതിൻ്റെ മോഡൽ, 2018 മോഡൽ വണ്ടിയാണത്. ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് കിലോമീറ്റർ ഞാൻ ഇൻറ്റീരിയേഴ്സ് കാണിക്കുമ്പോൾ കാണിച്ചു തരാം. അതുകൂടാതെ തന്നെ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഇൻറ്റീരിയേഴ്സുണ്ട്. നമുക്ക് സൺറൂഫ് വരുന്നുണ്ട്, അതുകൂടാതെ അലോയ്സ് കാര്യങ്ങളെല്ലാം ഞാൻ വിശദമായിട്ട് കാണിച്ചു പോകുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇൻറ്റീരിയേഴ്സ്, എക്സ്റ്റീരിയേഴ്സ്, എഞ്ചിൻ ഭാഗം, എയർ കണ്ടീഷനെല്ലാം വിശദമായിട്ട് കാണിച്ചു പോകുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കോഡ VRS വണ്ടി. ഞാൻ പറഞ്ഞ പോലെ തന്നെ 2018 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. പക്ക നീറ്റ് ക്ലീൻ പീസ് വണ്ടി. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുണ്ടോ വണ്ടിയുടെ പെർഫെക്ഷൻ നോക്കിയാൽ ഒരു രക്ഷയില്ല. സ്പെക്കും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടായി. കാണാത്തവർക്ക് ഞാൻ ഒന്നുകൂടി ഇട്ടേക്കാം. സ്പെക്കൊക്കെ ഒന്ന് നോക്കിയേക്കാം. ഇതിൻ്റെ ട്യൂണിങ്ങും മാപ്പിങ്ങും കാര്യങ്ങളും പവറും അങ്ങനെ സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. വണ്ടിയുടെ ഒരു ലുക്ക് അറൗണ്ട് വീഡിയോയിലേക്കാണ് നമ്മൾ പോണത്. എൻ്റെ എല്ലാ ഭാഗങ്ങളും ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം. വണ്ടി നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സൈഡ് പോർഷനും ഫ്രണ്ട് പോർഷനും ടോപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വാഹനത്തിൽ കാണാൻ പറ്റും. നമുക്ക് വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂവിലേക്ക് പോയേക്കാം. ഇതാണ് വാഹനത്തിൽ ടോപ്പ് വ്യൂ നിൽക്കുന്നത്. അതേപോലെ നമുക്ക് ലോവർ പോർഷനിലേക്ക് വന്നിട്ട് ഇതിൻ്റെ സൈഡ് പോർഷനും വീലാസൊക്കെ നോക്കാം. സൈഡ് പോർഷനിലേക്ക് വരാം, വീലാസ് നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ വീലാസ് കാണാൻ പറ്റും. കമ്പനി അലോയ്സും കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ കമ്പനി അലോയ്സ് ആണെങ്കിൽ എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. കാരണം അത് എക്സ്റ്റേൺ ചെയ്തേക്കണമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. 235 പ്രൊഫൈൽ വന്നേക്കണം. അതേപോലെ തന്നെ നല്ല ഗ്രിപ്പും ടയേഴ്സ് കിട്ടുന്നുണ്ട്. നമുക്ക് ബോണറ്റിലേക്ക് വരാം. ബോണറ്റായാലും പക്ക നീറ്റായിട്ടിരിക്കുന്ന ബോണറ്റ് നമുക്ക് ഈ വാഹനത്തിൽ കിട്ടുന്നുണ്ട്. ഒരു ഡെൻഡോ പാച്ചോ കാര്യങ്ങളൊന്നും നമുക്ക് ഈ ബോണറ്റിൽ വന്നിട്ടില്ല. ഫ്രണ്ട് പോർഷനിലേക്ക് വരാം. ഇവിടെ നമുക്ക് ലാമ്പ് നോക്കാം. ലാമ്പായാലും നീറ്റായിട്ടിരിക്കുന്ന ലാമ്പ് നമുക്ക് ഈ വാഹനത്തിൽ കിട്ടുന്നുണ്ട്. അതേപോലെ ഇവിടെയും ലാമ്പ് നോക്കാം. പക്ക കണ്ടീഷനിൽ ലാമ്പ് കിട്ടുന്നുണ്ട്. അതുപോലെ ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സ് നമുക്ക് ഇവിടെ കാണാം. ഇവിടുത്തെ വീലാർച്ച് നോക്കാം. നീറ്റായിട്ടിരിക്കുന്ന വീലാർച്ച്, നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും പക്ക നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. സൈഡ് പോർഷനിലേക്ക് പോകാം. രണ്ട് ഡോറ് നോക്കാം. രണ്ട് ഡോറും ഇവിടെ നീറ്റായിട്ട് ഇരിക്കുന്നു. അതേപോലെ ഇവിടെയും സൺറൂഫ് നോക്കാം. അതേപോലെ നമുക്കിനി സൈഡ് പോർഷനിലേക്ക് വരുമ്പോൾ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സൈഡ് പോർഷൻ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടുത്തെ വീലാർച്ച് നോക്കാം. ഈ വീലാർച്ചായാലും നീറ്റായിട്ട് നിൽക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് കിട്ടുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് കിട്ടുന്നുണ്ട്. ബാക്കിലേക്ക് വരാം. ഇവിടെ നമുക്ക് വിൻഷീൽഡ് നോക്കാം. വിൻഷീൽഡ് നമുക്ക് ഡീഫോഗേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തേക്കണം ആ ഒരു സ്പോയിലേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഒക്ടാവിയുടെ ബാഡ്ജിങ്, VRSൻ്റെ ബാഡ്ജിങ്, ലിഡ് പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ബമ്പേഴ്സ് ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്നു. ഡുവൽ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വരുന്നുണ്ട്. സൈഡ് പോർഷനിലേക്ക് വരാം. ഇവിടുത്തെ വീലാർച്ച് നോക്കാം. നീറ്റായിട്ടിരിക്കുന്ന വീലാർച്ച്, നല്ല ഗ്രിപ്പും ടയേഴ്സ്, അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. ഈ രണ്ട് ഡോറിലേക്കും പോയേക്കാം. രണ്ട് ഡോറും ഇവിടെ നീറ്റായിരിക്കും. ഡോർസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സും പരിചയപ്പെടാം. ഇവിടെ നമുക്ക് കാർബൺ ഫൈബറിൻ്റെ ആ ഒരു ഇൻസേർട്ട് കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള പവർ വിൻഡോസിൻ്റെ ബട്ടണൊക്കെ കാണാൻ പറ്റും. ഇൻറ്റീരിയേഴ്സ് വിശദമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ VRSൻ്റെ സീറ്റ്സൊക്കെ ശ്രദ്ധിക്കാം. നമ്മൾ ഇതിന് മുമ്പും VRS പരിചയപ്പെടുത്തിയപ്പോൾ സീറ്റ്സും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആ ഒരു നമുക്കൊരു ക്യാപ്റ്റൻ സീറ്റ്സ് തന്നെ വന്നേക്കണം. അതുപോലെ തന്നെ ഗെയിമേഴ്സ് സീറ്റൊക്കെ പോലെ തന്നെ നമുക്ക് തോന്നിക്കുന്ന ഒരു സീറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ നമുക്കിവിടെ ഡാഷും ബാക്കിയുള്ളതൊക്കെ നല്ല ഹാർഡാണ്. എയർ ബാഗ് സപ്പോർട്ട് ഇവിടെയും സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ റിയറിലും നമുക്ക് പില്ലേഴ്സിൽ എയർ ബാഗ് സപ്പോർട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ സൺ റൂഫും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടെ കാണാം. ബാക്കിയുള്ള കൺട്രോൾസ് നമുക്ക് റൂഫിലൂടെ കിട്ടുന്നുണ്ട്. പിന്നെ DSG ഗിയർ ബോക്സ് ആണ്, ഞാൻ പറയേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള കൺട്രോൾസും അല്ലെങ്കിൽ മോഡ്സും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് വരുന്നുണ്ട്. പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ബാക്കിലേക്ക് നോക്കാം. റിയറിലെ സീറ്റ്സ് ആയാലും പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. റൂഫും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന റൂഫ് നമുക്ക് ഈ വാഹനം തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു. ഒരു ഡി കട്ട് സ്റ്റിയറിംഗ് ആണ്, അതുകൊണ്ട് എടുത്ത് പറയുന്നത് ഡി കട്ട് സ്റ്റിയറിംഗ് നമുക്ക് വാഹനത്തിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു. ബാക്കിയുള്ള ഇവിടെ നമുക്ക് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ട് സീറ്റ്സും മെമ്മറി കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഡോർ ഓപ്പൺ ചെയ്തിട്ട് പാസഞ്ചർ സൈഡിലേക്ക് നോക്കാം. ഇവിടെ ഡോർ പാഡ്സ് നോക്കാം. നല്ല പക്ക ക്വാളിറ്റി തന്നെ ഡോർ പാഡ്സ് നമുക്ക് കാണാൻ പറ്റും.
സീറ്റ്സ് നോക്കാം. സീറ്റ്സ് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന സീറ്റ്സ് കിട്ടുന്നുണ്ട്. ന്യായമായിട്ടുള്ള ലെഗ് റൂം കിട്ടുന്നുണ്ട്. AC വെൻറ്റ് വരുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു ഇൻറ്റീരിയർ പോർഷനാണ് നിങ്ങൾ ഈ VRSൻ്റെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് എൻജിനും അതേപോലെ ബൂട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തേക്കാം. ജസ്റ്റ് ലിഡൊന്ന് അപ്പ് ചെയ്യണം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്കോഡ ഒക്ടാവിയ VRSൻ്റെ ഒരു എൻജിൻ റൂം. നല്ല പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു എൻജിൻ നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ പേസ്റ്റിങ് ശ്രദ്ധിക്കാം. പേസ്റ്റിങ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു പേസ്റ്റിങ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫ്രണ്ട് പോർഷനിലേക്ക് വരാം. ഫ്രണ്ട് പോർഷൻ ആയാലും നല്ല നീറ്റായിരിക്കുന്ന ഫ്രണ്ട് പോർഷൻ കാണാൻ പറ്റും. ഇവിടെയും പേസ്റ്റിങ് നോക്കാം. പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ലിഡിലേക്ക് വരാം. ലിഡായാലും നല്ല നീറ്റായിരിക്കുന്ന ലിഡ് നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു ഡാമേജോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ ലിഡിലും കിട്ടുന്നില്ല. അതേപോലെ തന്നെ ഇവിടെയും നോക്കാം. എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ എഞ്ചിൻ റൂമിൽ നിന്ന് കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ഇതിൻ്റെ ബൂട്ടിലേക്ക് നോക്കാം. ഇതാണ് കീ വന്നേക്കണം. ബൂട്ടൊന്ന് അപ്പ് ചെയ്യാം. അപ്പോൾ വാഹനത്തിൻ്റെ ബൂട്ട് അപ്പ് ചെയ്യുമ്പോൾ അതിവിശാലമായിട്ടുള്ളൊരു ബൂട്ട് നമുക്കിവിടെ കാണാം. അല്ല, ഇഷ്ടംപോലെ സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. പാർസലിലേക്ക് നോക്കാം. അതേപോലെ തന്നെ എഡ്ജസ്റ്റിലേക്ക് പോയേക്കാം. എഡ്ജസ് ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ഒരു എഡ്ജസ് നമുക്ക് ഈ വാഹനം തരുന്നുണ്ട്. ഓക്കെ, ഇവിടെയൊക്കെ നോക്കാം. അതേപോലെ നമുക്കൊന്ന് പ്ലാറ്റ്ഫോം ലിഫ്റ്റ് ചെയ്യാം. ടയേഴ്സൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. സ്പെയർ വീൽ റൂമായാലും നീറ്റായിട്ടിരിക്കുന്ന സ്പെയർ വീൽ റൂം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് VRSൻ്റെ വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട്. ഫോളോ ചെയ്തേക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. ഇനി ഞാൻ കുറച്ച് നേരം ഇതിൻ്റെ സ്പെക്സ് പറയാൻ വേണ്ടി ഇരിക്കുകയാണ്. കാരണം അത്രയധികം സ്പെക്സ് ഉണ്ട്. പെട്ടെന്ന് വായിച്ച് പോയേക്കാം. വണ്ടി നോക്കേണ്ടത് 2018 മോഡൽ വന്നേക്കണം. VRS 230 ആണ്. പിന്നെ സ്റ്റേജ് 2+ കസ്റ്റം ECU TCU പിന്നെ അതേപോലെ തന്നെ റീമാപ്പ് ചെയ്തിട്ടുണ്ട്. ഹാർമോണിക്സിന് റീമാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് വണ്ടിയുന്നത്. അതേപോലെ തന്നെ റേസിംഗ് ലൈൻ ടെർബോ ഇൻലെറ്റ് വരുന്നുണ്ട് വണ്ടിയുടെ ഒപ്പം തന്നെ. അതുപോലെ റേസിംഗ് ലൈൻ ടെർബോ മഫ്ലർ ഡിലീറ്റ്, റേസിംഗ് ലൈൻ R600 കോൾഡ് എയർ ഇൻടേക്ക്, റേസിംഗ് ലൈൻ ടെർബോ 90 ഡിഗ്രി ബെൻ പൈപ്പ്. ഈ സംഭവങ്ങളൊക്കെ അതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന സംഭവങ്ങളാണ്. അതൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കൂടുതൽ കുറച്ചും കൂടി ഉണ്ട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. അത് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കിയേക്കാം. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ പവർ ഫിഗർ കൂടി പറഞ്ഞേക്കാം കേട്ടോ. പവർ ഫിഗർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 310 bhp വന്നേക്കണം. അതേപോലെ തന്നെ 570 Nm ടോർക്കും വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് റേറ്റിലേക്ക് കടക്കാം. റേറ്റിലേക്ക് കടക്കാനൊക്കെ ആകുമ്പോൾ തന്നെ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഈ ഒരു VRSൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 31 lakhs ആണ്. 31 ലക്ഷം രൂപ നെഗോഷ്യബിൾ പ്രൈസാണ്. എറണാകുളം ജില്ലയിലെ ആലുവയിലാണ് വാഹനം കിടക്കുന്നത്. വീഡിയോയും താഴെ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അവിടെ വാട്സപ്പ് നമ്പർ കൊടുത്താണ്. വോയിസും അതേപോലെ തന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റോ കാര്യങ്ങൾ ചെയ്യാനും റിപ്ലൈയും കാര്യങ്ങളും വരുന്നതാണ്. കോൾ ചെയ്താൽ ചിലപ്പോൾ എടുത്തെന്ന് വരില്ല. അപ്പോൾ വോയിസോ ടെക്സ്റ്റോ ചെയ്തേക്കാം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു VRSൻ്റെ വിശേഷം. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട്. ഫോളോ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.